ഫ്രണ്ട്സ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായാൽ മതി എന്നുള്ളതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത്. മറ്റു യോഗ്യതകളോ മറ്റ് എക്സ്പീരിയൻസോ മറ്റ് കാര്യങ്ങളോ ഒന്നും വേണ്ട, ജസ്റ്റ് 10ാം ക്ലാസ് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും അതുപോലെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്, മാക്സിമം അവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വീഡിയോസിനുള്ള സെലക്ട് ചെയ്ത ഡേറ്റ് അടിസ്ഥാനത്തിൽ കാണാൻ പറ്റും. റീസെൻ്റായി ചെയ്തൊക്കെ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് കാണാൻ പറ്റും. ഡെയിലി നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് എന്താണ് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തായിട്ട് ജോയിൻ ബട്ടൻ്റെ അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനലിൽ പെയ്ഡ് മെമ്പർ ആകാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 15/9/2025 ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 15/10/2025 അപ്പം ഇതിൻ്റെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 15/10/2025 ഇത് നമ്മുടെ PSCയുടെ ഒരു നോട്ടിഫിക്കേഷനാണ്. 360/2025 സാധാരണഗതിയിൽ നമ്മൾ PSCയുടെ നോട്ടിഫിക്കേഷൻ അങ്ങനെ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ നമുക്ക് വൺ ടൈം നമ്മളൊരു പ്രൊഫൈൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ കയറിയിട്ട് ലോഗിൻ ചെയ്ത് നമുക്ക് ഏതാണ് എലിജിബിലിറ്റി എന്നൊക്കെ ചെക്ക് ചെയ്ത് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതൊരു കോംപ്ലിക്കേറ്റഡ് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മളതും ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് PSCൻ്റെ ഒന്ന് വരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇത്തരം നോട്ടിഫിക്കേഷൻ നമ്മൾ ഉൾപ്പെടുത്തണമെങ്കിൽ. അപ്പോൾ ഇതിലേക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. മെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതിലേക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പോസ്റ്റിനെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറാണ് വിളിച്ചിരിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് കാണാൻ നിങ്ങൾക്ക് പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസസ് ആണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പേ സ്കെയിൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് 27,900 മുതൽ 63,700 ആണ്. ഇനി ഇവിടെ വേക്കൻസി എന്ന് പറയുന്നത് പ്രതീക്ഷിത വേക്കൻസിയാണ്. അത് നമുക്ക് എത്ര നമ്പർ ഓഫ് വേക്കൻസി എന്നുള്ളത് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇനി ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയുള്ള ഉദ്യോഗാർത്ഥികൾക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങളുള്ള ഉദ്യോഗാർത്ഥികൾക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ മെയിൽ കാൻഡിഡേറ്റ്സിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്. 18-36 ഏജ് ലിമിറ്റ് വരുന്നത്. ഇപ്പോൾ ഇതിൽ പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസും അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സിനൊക്കെ എന്തായിരിക്കും ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ 10ാം ക്ലാസ് പാസ്സാൽ മതി. SSLC പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ആണെങ്കിൽ 10th പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. ഫിസിക്കൽ ഫിറ്റ്നസ് പറഞ്ഞാൽ മിനിമം നമ്മൾ 150 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. മിനിമം 150 സെൻറ്റിമീറ്റർ ഹൈറ്റ് നമ്മൾ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ 150 സെൻറ്റിമീറ്റർ തന്നെ വേണം കേട്ടോ. അവർക്ക് മറ്റു ഈ ഹൈറ്റിൽ റിലാക്സേഷനും ഇല്ല. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എന്താണ് 150 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. അത് SC/ST ആണെങ്കിലും ഇനി ജനറൽ ആണെങ്കിലും ഏത് കാറ്റഗറി ആണെങ്കിലും കേട്ടോ. ഇനി ഇവിടെ ഐസൈറ്റിൻ്റെ കാര്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻറ്റ് വിഷൻ ആണെങ്കിൽ റൈറ്റേയും ലെഫ്റ്റേയും നിങ്ങൾക്ക് 6/6 സ്നെല്ലർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ 6/6 എന്ന് പറയുന്നത് നോർമൽ വിഷൻ ആണ് കേട്ടോ. കറക്റ്റ് നമ്മുടെ ആ ഒരു നോർമൽ വിഷനാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന 6/6 നമുക്ക് പെർഫെക്റ്റ് വിഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ മെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കണ്ണട വെക്കുന്നവർക്കോ അങ്ങനെയുള്ളവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമുക്ക് മീൻസ് ഈ പറയുന്ന 6/6 നമുക്ക് ആ ഒരു വിഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി നിയർ വിഷൻ എന്ന് പറയുന്നത് 0.5 സ്നെല്ലനാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ഇനി ഇതിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോ കണ്ണും നിങ്ങൾക്ക് ഓരോ നമ്മുടെ ഫുൾ ഫീൽഡ് ഓഫ് വിഷൻ ലഭിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കളർ ബ്ലൈൻഡ്നെസ്സോ സ്കിൻ്റെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. കാഴ്ചയെ ബാധിക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഫിസിക്കലിയൊക്കെ നമ്മൾ ഫിറ്റ് ആയിരിക്കണം. നോഗ്നി അതുപോലെ ഫ്ലാറ്റ് ഫുട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വാരിക്കോസ് വെയിന് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഇറഗുലർ ആൻഡ് അങ്ങനെയുള്ള നമ്മൾ ടീത്തൊക്കെ പ്രോപ്പർ ആ ഒരു ഓർഡറിലായിരിക്കണം. അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. അങ്ങനെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കുക. ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. അപ്പോൾ ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്യണം. പിന്നെ ഇതിലേക്ക് എക്സാമും ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ 8 ഇവൻ്റ് ഉണ്ട്. ഇവിടെ കാണാൻ പറ്റും 1 മുതൽ 8 വരെ ഉണ്ട്. ഈ 8 ഏതെങ്കിലും നിങ്ങൾക്ക് 5 നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അതിൻ്റെ നമ്മൾ ക്വാളിഫൈ ചെയ്യുന്ന ടൈമും അതിൻ്റെ ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 8 ഏതെങ്കിലും 5 നിങ്ങൾ ക്ലിയർ ചെയ്താൽ മതി. ഓക്കെ, ക്വാളിഫൈ ചെയ്താൽ മതി. നിശ്ചിത ആ ഒരു പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ എത്തിയാൽ മതി എന്നുള്ളതാണ് കേട്ടോ. അതല്ലാതെ 8 നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, 5 മതി കേട്ടോ.
ഓക്കെ. ഇനി അതോടൊപ്പം തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ അന്നാണ് ഫിസിക്കൽ മെഷർമെൻ്റ് ഒക്കെ നടത്തുക. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന 150 സെൻറ്റിമീറ്റർ ഹൈറ്റും അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ പങ്കെടുക്കാൻ പറ്റില്ല കേട്ടോ. അവിടുന്ന് റിജക്റ്റ് ആയി പോകും. ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, NCC കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് കേട്ടോ. A B C സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് സർട്ടിഫിക്കറ്റിലേക്ക് 2% വെയിറ്റേജ് മാർക്ക് ഉണ്ടാവും. B സർട്ടിഫിക്കറ്റിലേക്ക് 3%, C സർട്ടിഫിക്കറ്റിലേക്ക് 5% വെയിറ്റേജ് മാർക്ക് കിട്ടും. ഇനി മെറിറ്റോറിയസ് സ്പോർട്സ് പേഴ്സണൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വെയിറ്റേജ് കാര്യങ്ങൾ എക്സ്ട്രാ മാർക്ക് കിട്ടും. ഇനി സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് ആയിട്ടുള്ള SPC സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും നിശ്ചയമായുള്ള വെയിറ്റേജ് മാർക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുടെ കമൻ്റ് ആയിട്ട് നിങ്ങൾ ചോദിക്കുക. ഇനി നമ്മൾ എങ്ങനെ അതിലേക്ക് അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ കാണാം കേരള പ്രിസൺ റിക്രൂട്ട്മെന്റ് ആണ്. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഓക്കെ, പ്രിസൺ ഓഫീസർ റിക്രൂട്ട്മെന്റ് ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഓക്കെ പ്രിസൺ ഓഫീസർ റിക്രൂട്ട്മെന്റ് ആണ് അവിടെ കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെലക്ഷൻ പ്രോസസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്താൽ നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളിടത്തോടെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാതെ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആക്കാം. ഇങ്ങനെ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മൾ തുളസിയുടെ ഈ ഒരു പേജിലേക്കാണ് നമ്മൾ വരിക കേട്ടോ. OTR അത് വൺ ടൈം രജിസ്ട്രേഷൻ്റെ ആ ഒരു പേജിലേക്കാണ് വരിക. അപ്പോൾ ഓൾറെഡി നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വീണ്ടും ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ജസ്റ്റ് നമുക്ക് കാറ്റഗറി നമ്പർ അടിച്ചു കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ അടിച്ചെടുത്ത് ഡയറക്റ്റ് അങ്ങനെ അപ്ലൈ ചെയ്യാം. ഇല്ല സ്റ്റേറ്റ് വൈഡ്സ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് എന്താണ് എലിജിബിലിറ്റി നോക്കി ആ പോസ്റ്റ് നെയിം നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ അവരെന്ത് ചെയ്യണം, ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് അവരെന്ത് ചെയ്യണം, ഇതിൽ രജിസ്റ്റർ ചെയ്യണം. അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് അത് അവരുടെ പ്രൊഫൈലിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനിയിപ്പം നിങ്ങൾക്ക് പുതുതായിട്ട് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്തിട്ടും അപ്ലൈ ചെയ്യാം. അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 15/10/2025 അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യാത്തവർ രജിസ്റ്റർ ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. ഇനി അതല്ല രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാം. അപ്പം ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ PSCൻ്റെത് നമ്മൾ വളരെ റയർ ആയിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇത്തരം വീഡിയോസൊക്കെ ചെയ്യണമെങ്കിൽ PSCയുടെയും നമ്മൾ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ഉണ്ടെങ്കിൽ അനുസരിച്ച് നമ്മൾ ചെയ്യാവുന്നതാണ് കേട്ടോ. താങ്ക് യു.